ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം എന്താണെന്ന്. നാസ്തി വിദ്യാസമം ചക്ഷുഃ, നാസ്തി സത്യസമം തപഃ, നാസ്തി രാഗസമം ദുഃഖം, നാസ്തി ത്യാഗസമം സുഖം. എല്ലാത്തിലും നാസ്തി നാസ്തി നാസ്തി. നാസ്തി എന്ന് പറയുമ്പോൾ നാ പ്ലസ് അസ്ഥിയാണ് നാസ്തി. വിദ്യാസമം ചക്ഷുഃ, നാസ്തി സത്യസമം തപഃ, നാസ്തി രാഗസമം ദുഃഖം, നാസ്തി ത്യാഗസമം സുഖം. അപ്പോൾ ഈ നാസ്തി എന്നുള്ളതാണ് അവിടുത്തെ ക്രിയ അല്ലേ, വെർബ് നാസ്തിയാണ്. നാ പ്ലസ് അസ്ഥിയാണ്. അസ്ഥി എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ട്, ആകുന്നു എന്നൊക്കെ ആകാം. പുസ്തകം അസ്ഥി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പക്ഷെ അപ്പം നാസ്തി ആകുമ്പോൾ നാ പ്ലസ് അസ്ഥി ആണെങ്കിൽ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ, ഉണ്ട് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ആദ്യത്തേത് വന്നു അതിൻ്റെ ഇത് നമ്മൾക്ക് അന്വയം പറയാൻ എളുപ്പമാണ്. ആദ്യമായിട്ട് ആദ്യത്തെ ലൈൻ നാസ്തി വിദ്യാസമം ചക്ഷു. അപ്പം വിദ്യാസമം ചക്ഷുഃ നാസ്തി, വിദ്യാസമം ചക്ഷുഃ നാസ്തി. രണ്ടാമത്തെ വരി വന്നപ്പോൾ നാസ്തി സത്യസമം തപഃ, സത്യസമം തപഃ നാസ്തി. മൂന്നാമത്തെ വരി നാസ്തി രാഗസമം ദുഃഖം, രാഗസമം ദുഃഖം നാസ്തി. നാലാമത്തെ ലൈൻ നാസ്തി ത്യാഗസമം സുഖം, ത്യാഗസമം സുഖം നാസ്തി. ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഓരോ വരിയായിട്ട് നോക്കാം. ആദ്യത്തെ വരി നാസ്തി, അതായത് വിദ്യാസമം ചക്ഷുഃ നാസ്തി, വിദ്യയ്ക്ക് സമമായ കണ്ണുകളില്ല. ചക്ഷു എന്ന് പറയുന്നത് കണ്ണാണ് അല്ലേ. വിദ്യയ്ക്ക് സമമായ കണ്ണുകളില്ല എന്ന് പറയാം. വിദ്യ പോലെ വിദ്യയാകുന്ന കണ്ണെന്ന് വേണമെങ്കിൽ പറയാം. അത് വിദ്യയും കണ്ണും ഒന്ന് തന്നെയാണ് എന്ന് കാണിക്കുകയാണ്. അടുത്തത് നാസ്തി സത്യസമം തപഃ, സത്യത്തിന് തുല്യമായ തപസ്സില്ല, സത്യത്തിന് തുല്യമായ തപസ്സില്ല. മൂന്നാമത്തത് രാഗത്തിന് സമമായ ദുഃഖമില്ല. നാലാമത്തത് ത്യാഗത്തിന് സമമായ സുഖവുമില്ല. ഇതാണ് നേരിട്ടുള്ള അർത്ഥം. ഇനി അതിൻ്റെ വരുമ്പോഴത്തേക്ക് ഓരോന്നിൻ്റെ നോക്കാം നമുക്ക്. ആദ്യം വിദ്യയ്ക്ക് സമമായ കണ്ണുകളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കണ്ണിൻ്റെ ധർമ്മം എന്താണ്? യഥാർത്ഥത്തിൽ കണ്ണിൻ്റെ ധർമ്മം എന്താണ്? എല്ലാ കാഴ്ചകളും നന്നായി കാണിച്ചു തരിക എന്നുള്ളതാണ് അല്ലേ. കണ്ണിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് ചുറ്റും കാണുന്ന എല്ലാ കാഴ്ചകളും നന്നായി കാണിച്ചു തരിക, അതാണ് കണ്ണിൻ്റെ ധർമ്മം. അപ്പം ഇവിടെ കണ്ണിനെ വിദ്യയായിട്ടാണ് കണ്ണിനെ പറയുന്നത്. വിദ്യയാണ് കണ്ണ് എന്നാണ് പറയുന്നത്. എന്താ അതിൻ്റെ ഇതായിട്ട് പറയുന്നത് കാരണം പറയുന്നത്? ഇപ്പോൾ ലോകത്തിലെ പല വിജ്ഞാനങ്ങളും ഉണ്ട്. ഈ വിജ്ഞാനങ്ങളിലേക്കും നമ്മെ കൊണ്ട് എത്തിക്കുന്നത് എന്താണ്? വിദ്യയാണ് അല്ലേ. പല വിജ്ഞാനങ്ങളും ഇപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് വലുതായി വരുന്നതനുസരിച്ച് നമ്മൾ പല വിദ്യകളും പറഞ്ഞു. അതെല്ലാം വിദ്യയിൽ നിന്നാണ്. വിദ്യയാണ് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ സകല വിജ്ഞാനങ്ങളിലേക്കും നമ്മെ എത്തിക്കുന്നത് വിദ്യയാണ്. അപ്പം വിദ്യ എന്ന കണ്ണുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിലെ ഏത് ജ്ഞാനത്തെയും നേടിയെടുക്കാൻ സാധിക്കും. വിദ്യ എന്ന കണ്ണുണ്ടെങ്കിൽ. അപ്പോൾ വിദ്യയും കണ്ണും ഒന്ന് തന്നെയാണെന്ന് കാണിക്കുകയാണ്. പിന്നെ നമുക്കറിയാം കണ്ണില്ലാത്ത എത്രയോ പേരുണ്ട്. പിന്നെ അവർ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ട് ഉന്നത ജോലിയിലൊക്കെ ഇരിക്കുന്നു അല്ലേ, നമ്മൾ കാണാറില്ലേ, കണ്ണില്ലാഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെ സാധിക്കുന്നു? അതുപോലെ പിന്നെ അധ്യാപകർ, വിദ്യ പകർന്നു കൊടുക്കുന്ന അധ്യാപകരുണ്ട്. അവർ കണ്ണില്ലാത്ത എത്രയോ അധ്യാപകരുണ്ട്. എങ്ങനെ അവർ പകർന്നു നൽകുന്നു? എങ്ങനെയാണ് അത്? അവരുടെ ജ്ഞാനമാകുന്ന കണ്ണിൻ്റെ വെളിച്ചത്തിൽ, അതിലൂടെയാണ് അത് ജ്ഞാനമാകുന്ന കണ്ണിൻ്റെ വെളിച്ചത്തിൽ. അപ്പം ജ്ഞാനവും കണ്ണും ഒന്നല്ലേ, വെളിച്ചത്തിൽ പകർന്നു കൊടുക്കുകയാണ്. ഇനി രണ്ടാമത് വന്നപ്പോഴത്തേക്ക് എന്താണ്? സത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സത്യസമം തപഃ നാസ്തി, സത്യസമം, സത്യത്തിന് തുല്യമായ തപസ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ ആവശ്യമുള്ള നേടിയെടുക്കാൻ വേണ്ടിയാണ് തപസ് അല്ലേ. പക്ഷേ തപസ് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്. പണ്ട് മഹർഷിമാരൊക്കെ തപസ് ചെയ്യുമായിരുന്നു. പക്ഷേ വേറൊരു അർത്ഥം ഏതാണ്? അതിനുവേണ്ടി ശ്രമം, പ്രയത്നമാണ് അവിടുത്തെ തപസ്. പ്രയത്നം, നമ്മൾ എന്ത് നേടാൻ വേണമെങ്കിലും പ്രയത്നിക്കണം. ചുമ്മാ തിരുന്നാൽ നമ്മുടെ അടുത്തൊന്നും വരികയില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഏറ്റവും വലിയ സത്യത്തിന് തുല്യമായ തപസ്സില്ലെന്നാണ്. സത്യത്തിന് തുല്യമായ തപസ്, സത്യം എന്ന് പറയുന്നത് ഒരു തപസ്സാണ്. അപ്പോൾ ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത് സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ സത്യകഥനവും സത്യപാലനവും. സത്യകഥനം എന്ന് പറഞ്ഞാൽ സത്യം പറയുക, പിന്നെ സത്യപാലനം എന്ന് പറഞ്ഞാൽ സത്യം അത് പാലിക്കുക.
സത്യമേ പറയൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് പാലിക്കാതിരുന്നാലോ? അങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും വലിയ തപസ്സെന്ന് പറയുന്നത് സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ സത്യകഥനവും സത്യപാലനവും. അപ്പോൾ നമുക്കറിയാം, സത്യം വദ ധർമ്മം ചര എന്നൊരു ഇതില്ലേ, വരിയില്ലേ? സത്യം വദ ധർമ്മം ചര, സത്യം പറയൂ, ധർമ്മത്തിലൂടെ ചരിക്കൂ. അപ്പോൾ ഇങ്ങനെ രണ്ടാമത് പറഞ്ഞാൽ, അപ്പോൾ സത്യമായി. ആദ്യം പറഞ്ഞത് വിദ്യയാണ്, ചക്ഷുസ്. രണ്ടാമത് പറഞ്ഞ സത്യം എന്താണ്? അതൊരു തപസ്സാണ്, സത്യം ആകുന്ന തപസ്. പിന്നെ അതായത് സത്യം മാത്രമേ പറയൂ എന്നൊരു പ്രതിജ്ഞ എടുക്കുക. എന്തു വന്നാലും, അതാണ് പാലനം. എന്തു വന്നാലും സത്യമേ പറയുള്ളൂ, അത് പാലിക്കപ്പെടണം. മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് രാഗത്തിന് സമമായ ദുഃഖമില്ല, രാഗസമം. രാഗം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം? അനുരാഗം എന്ന് പറയാം, അല്ലെങ്കിൽ ഏതിനോടെങ്കിലുമുള്ള ആഗ്രഹം. എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹം, അഭിനിവേശം ഒക്കെ പറയാം. അതാണ് അവിടെ രാഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഗം എന്ന് പറയുന്നത് ദുഃഖമാണ്. കാരണം എന്താണ്? എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുള്ളവരാണ്, അല്ലേ? ആഗ്രഹമില്ലാത്ത ആരുമില്ല. അപ്പോൾ ഈ ആഗ്രഹം എന്ന് പറയുന്നത് അതിര് കടപ്പെടരുത്. അപ്പം നമുക്കിപ്പോൾ അറിയാം, പിന്നെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ദുഃഖം തോന്നും. അപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത് ദുഃഖമല്ലേ, അല്ലേ? അപ്പോൾ ആ ദുഃഖം വരുമ്പോൾ എന്ത് ചെയ്യും? അതിന് വേണ്ടി മനസ്സിങ്ങനെ വിഷമിച്ച് അരുതാത്തത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കും. കേട്ടിട്ടില്ലേ പത്രത്തിലൊക്കെ? അതായത് ജീവിത നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്തു. അങ്ങനെ പല കാര്യം. അതൊക്കെ എന്തിൻ്റെ ഫലമായിട്ടാണ്? ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ്. കുട്ടികൾ കണ്ടിട്ടില്ലേ? മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. പക്ഷേ ആഗ്രഹം വേണം. ആഗ്രഹമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. കാരണം ആഗ്രഹം ഉണ്ടായാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. വെറുതെ എനിക്കൊന്നും വേണ്ട, ഞാൻ ഉണ്ടായിരുന്ന ആ പുരോഗതി ഉണ്ടാവില്ല. പക്ഷേ ആഗ്രഹം വേണം. പക്ഷേ അതെങ്ങനെയുള്ള ആഗ്രഹമായിരിക്കണം? നമ്മളെ കൊണ്ട് സാധിക്കുന്ന ആ തരത്തിലുള്ള ആഗ്രഹങ്ങൾ മാത്രമേ നാം ആഗ്രഹിക്കാവൂ. അല്ലെ എല്ലാം കൂടി അത് വേണം ഇത് വേണം എന്നൊക്കെ പല അതൊരു ദുരാഗ്രഹമായിപ്പോകും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്, ആശ പാശമാണ്. ആശ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, പാശം എന്ന് പറഞ്ഞാൽ കയറ്. ഒരു കയറെടുക്കുക. കയറ് ഭയങ്കര നീളമാണ്. നമ്മളെവിടെ കട്ട് ചെയ്യുന്നു അപ്പോഴാണ് രണ്ടാവുന്നത്. അപ്പോൾ കട്ട് ചെയ്യാതിരുന്നാലോ നീണ്ടങ്ങ് പോകും. അതുപോലെയാണ് നമ്മുടെ ആശ എന്ന് പറയുന്നതും അതിനൊരു അവസാനമില്ല. കയറിനും അതുപോലെ അവസാനമില്ല എന്ന് പറയും. അപ്പോൾ ആശ പാശമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അമിതമായ ആഗ്രഹം പാടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അമിതമായ ആഗ്രഹം പാടില്ല. അടുത്ത നാലാമത്തത് എന്ത് തോന്നുന്നു? ത്യാഗത്തിന് സമമായ സുഖമില്ല. ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്യാനുള്ള ഒരു മനസ്സ്. പിന്നെ ഇപ്പോൾ എല്ലാം ത്യജിക്കാൻ കഴിയുന്നവന് മാത്രമേ നല്ല സുഖം കിട്ടുകയുള്ളൂ എന്ന് പറയും. നമ്മളിപ്പോൾ ഒരാളെ കഷ്ടത അനുഭവിക്കുന്ന ഒരാളെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ വിട്ട് ഒന്ന് ആലോചിക്കുകയാണ്, അതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവന് നല്ലൊരു ഇത് കിട്ടിയല്ലോ എന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സുഖം തോന്നും, അല്ലേ? അപ്പോൾ സുഖം കിട്ടും. അപ്പം പിന്നെ എന്തും ത്യജിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ജീവിത സുഖം അനുഭവിക്കാൻ കഴിയുള്ളൂ. അതായത് നമ്മളേക്കാൾ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന പിന്നെ സഹായം ചെയ്തു കൊടുക്കും. സഹായം പണം കൊടുത്ത് മാത്രം സഹായിക്കണം എന്നല്ല, മറ്റു രീതിയിലും നമുക്ക് സഹായിക്കാം. എല്ലാ രീതിയിലും നമുക്ക് സഹായിക്കാം. അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ, അങ്ങനെ മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്നാൽ, ദാനം നൽകി ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇഹത്തിലും പരത്തിലും സൗഖ്യം കിട്ടും. ഇഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്ത്. പരലോകം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള പിന്നീടൊരു ജീവിതമുണ്ട്. അത് ഈ രണ്ടിലും എന്ത് കിട്ടുന്നതാണ്? സൗഖ്യം കിട്ടും. അപ്പോൾ ഇങ്ങനെ 4 രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അവസാനം നോക്കേണ്ട ഏതൊക്കെ രീതിയാണ്? അതായത് ആദ്യം പറഞ്ഞു വിദ്യ നേടുക. അതാണ് വിദ്യ ചക്ഷുസാണെന്ന് പറയുന്നത്. വിദ്യ നേടുക. രണ്ടാമത് സത്യകഥനം നടത്തുക, സത്യപാലനം നടത്തുക. മൂന്നാമത് വന്ന എന്തോന്നാണ്? അമിതമായ ആഗ്രഹം വെച്ച് പുലർത്താതിരിക്കുക. അമിതമായ ആഗ്രഹം വെച്ച് പുലർത്താതിരിക്കുക. നാലാമത്തത് ആരുമില്ലാത്തവരെ നമ്മുടെ കഴിവിനനുസരിച്ച് സഹായിക്കുക. ഈ 4 കാര്യങ്ങളാണ് ഈ സുഭാഷിതകാരൻ ഇതിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.